അത് ഇവിടെ നിർബന്ധമായിട്ട് വരാനുള്ള കാരണം എന്താ? നല്ല കളക്ഷനാണ്. എടാ ഒരു ദിവസം കൂടെ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് കളക്ഷനെ പറ്റി പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് പൂവിന്റെ കളക്ഷൻ കേട്ടാ. റോസാപ്പൂ, ആമ്പൽപ്പൂ, മുല്ലപ്പൂ, അങ്ങനെ ഓരോ പൂവുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാണാം. അതെ ഗൈസ്, മഞ്ഞും മഴയും ഒക്കെ കൊണ്ട് ഒരുപാട് കളക്ഷൻസും കണ്ട് കുളിര് കൊണ്ട് തിരിച്ചു വരാം. ഒറ്റ ദിവസം കൊണ്ട് മഞ്ഞ് മൂടിയ സ്ഥലം മൊത്തം കാണിച്ചു വരാം. പുലർച്ചെ ഒരു 3-4 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ കർണാടക എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ നല്ല പച്ചപ്പ് വ്യൂ ഒക്കെ കണ്ട് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയൊക്കെ കാണാം. നാഗർഹോള ടൈഗർ റിസർവിന്റെ അതിലൂടെയാണ് നമ്മൾ പോകുന്നത്. 20 രൂപ ടിക്കറ്റ് എടുക്കണം. അതിലൂടെ പോകുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് ഫുള്ള് ചില്ല. കുട്ടികൾക്കൊക്കെ കുറേ മാനും ആനയും ഒക്കെ ഉണ്ടാവും, മയിലും പരിപാടി. ഭാഗ്യം പോലെ പുലിൻ ഉണ്ടെങ്കിൽ പുലിനെ കാണാം, അത്രേ ഉള്ളൂ. അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ബോർഡൊക്കെ കാണാം, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്. പിന്നെ ഫുള്ള് പൂക്കളുണ്ട്, തോട്ടങ്ങളാണ്. ശരിയായ പൂവിന്റെ ഭംഗി അതൊരു ചെടിയിലുള്ളപ്പോഴാണ്. ഓണത്തിന്റെ പൂവൊക്കെ റെഡിയായി, കിലോ 10 രൂപ മാത്രം. ഈ പൂവെല്ലാം ഓണം കഴിഞ്ഞാൽ എന്താക്കും അറിയണ്ടേ? ഫാക്ടറി പോകും. എന്തിന്റെ ഫാക്ടറിയാണ്? ಅದು ಪೈಂಟಿಂಗ್ ಫ್ಯಾಕ್ಟ್ರಿ. പെയിന്റിങ്. ഓക്കെ 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 ഓക്കെ. ಈ 50 ಎಕರೆ ಹೂವುಗಳಲ್ಲಿ ಅವರು ಮರಳಿಂಡಾക്കും. ಅವರು ഇത്ര മരണില് അവർ 50 ലക്ഷം. 50 ലക്ഷം? 50 ലക്ഷം. നിങ്ങളും തറസിന്റെ മുകളിലൊക്കെ പൂ നട്ടോ? 50 ലക്ഷം. ഈ പൂവിന്റെ എങ്ങനെ കിലോ ഇപ്പൊ റേറ്റ്? 10 രൂപ ഉള്ളൂ. വെറുതെ അല്ല നമ്മളെ നാട്ടിലെ ഓണത്തിന് കർണാടകക്കാർ പൂ വെക്കുമ്പോ ഏട്ടാ ലാസ്റ്റ് കാലിയാക്കലില്ല കുറച്ചേരം വയ്ക്കുമ്പോ ഐറ്റിങ് 5 പൈസ കുറക്കാത്തത്. നാട്ടിൽ മാത്രം ജീവിക്കുന്ന കാള. നിങ്ങൾക്കൊരു കാഴ്ച കാണിച്ചരാ. പൊളിയല്ലേ? ഇതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ കർണാടക തന്നെ വരണം. ഒരു കൂട്ടം മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന കാഴ്ചകൾ കാണാൻ. വീഡിയോയിൽ കാണാൻ അടിപൊളിയാണെങ്കിലും നേരിട്ട് കാണാൻ വലിയ ഗുമ്മൊന്നുമില്ല. എന്നാലും നിങ്ങൾക്ക് വീഡിയോയിലെടുത്ത് റീൽസ് ഒക്കെ ഇടാലോ. ഇതിലോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ എന്തൊരു രസാന്നറിയാ. ഞാൻ അങ്ങനെ പലതും പറയാം, അത് നേരിട്ട് റീലിലിട്ട പൊളിയാന്നേ. അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട് വഴി ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം എത്തി നമ്മൾ. പിന്നെ നോക്കുമ്പോ ഒരു ലോഡ് ആൾക്കാർ ക്യൂ നിൽക്കുക. എന്താന്ന് പറയാണ്ട് ഞാനും ബാക്കിൽ പോയി നിന്നിനി. കാരണം മുമ്പിൽ നല്ല അടിപൊളി പെമ്പിളർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാങ്ങലും മേടിച്ച് നിന്നുകൊണ്ട് ക്യൂ മുന്നോട്ട് പോയപ്പോഴാണ് മനസ്സിലായി അവിടെ നമ്മൾ ബസ്സിൽ പോകണം. ചെക്കെല്ലാം കൂടി പെമ്പിളർ കാണുമ്പോഴത്തേക്ക് നാണായിപ്പോയി. ബസ്സിൽ മാത്രമേ അമ്പലത്തിൽ എത്തിച്ചേരാൻ പറ്റൂ. 60-70 രൂപ മറ്റും ടിക്കറ്റ് ചാർജ് ഉണ്ട്. എന്നാലും ഹാപ്പിയാണ്. ആ ബസ് റൈഡ് നിങ്ങൾ ഒരിക്കലും മറക്കൂല, അടിപൊളിയാണ്. ആ ബസ് ഇങ്ങനെ കയറി പോകുന്നൊരു കാഴ്ചകളും മഞ്ഞ് മൂടാൻ തുടങ്ങി. ഞാനും എൻ്റെ ചങ്ങായിമാരും ഏട്ടന്മാരും വൈഫൊക്കെ ഉണ്ടായിരുന്നു. ഈ ബസ് യാത്രയായിരുന്നു അവിടുത്തെ അടിപൊളി എക്സ്പീരിയൻസ്. ബസ് കാണാത്തവൻ ബസ് കാണുമ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് കണ്ടത്. സമയം ഉച്ചക്ക് 2 മണിക്കുള്ള കാഴ്ചകൾ കണ്ടു. മഞ്ഞ് മൂട്ടി അടിപൊളിയായിരുന്നു. തണുപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. നല്ല കാറ്റും മഞ്ഞും തണുപ്പൊക്കെ സഹിക്കാൻ പറ്റുന്നവരങ്ങോട്ട് പോയാൽ മതി. അവിടെ അമ്പലത്തിൽ എത്തി തൊട്ട് ഫുള്ള് കാറ്റാണ്. ഊട്ടിയിൽ നടക്കാൻ പറ്റിയ ഒരു അമ്പലം കൊണ്ടുവച്ചൊരു ഫീൽ. ചുറ്റും പച്ചപ്പായ മഞ്ഞ് മലകൾ. എല്ലാ മതസ്ഥരും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്, അതാണ് ഹൈലൈറ്റ്. ഈ ക്യൂ അമ്പലത്തിന്റെ ഉള്ളിൽ കയറേണ്ടവർക്കാണ്, വിശ്വാസമുള്ളവർക്ക് കയറാൻ. പല നാട്ടിൽ നിന്നുള്ള മൊഞ്ചത്തിമാര് ഒരു സ്ഥലത്ത് കൂടുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ചങ്ങ് കൂടിയ പോലെ. ഹാപ്പി ഫ്രെയിംസ്. ഒരുപാട് ട്രഡീഷണൽ 700 കൊല്ലമായി എന്ന് അവിടെ പറയപ്പെടുന്നത്. എന്താണെന്നറിയില്ല, നമ്മൾ കൊടയിൽ കൂടി കൂടെ പറയും. ഉച്ച ഒരു 3 മണിക്ക് ശേഷം നമ്മൾ മെല്ലെ അതേ ബസ്സിൽ തിരിച്ചിറങ്ങാൻ തുടങ്ങി. കാഴ്ചകളൊന്നും കണ്ടിട്ടും മടുക്കുന്നില്ല. തിരിച്ച് നമ്മളൊരു ബസ്സിലേക്ക് വരുമ്പോൾ തന്നെ മുമ്പിൽ പെമ്പിളർ, ബാക്കിൽ പെമ്പിളർ, ചുറ്റിടിക്കുന്ന എൻ്റെ ചങ്ങായി മാറും. നമ്മളെ ഹാപ്പിയാണ്, നിങ്ങളെ ഹാപ്പിയല്ലേ? അപ്പോൾ സ്റ്റഫ് ബോയ് എന്ന ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഒരുപാട് വീഡിയോസ് വരാണ്ട്.